ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. KSEBയുടെ പുതിയ പദ്ധതി കണ്ടോ? ഗ്രോസ് മീറ്ററിങ് ആക്കാൻ പോവുക, നെറ്റ് മീറ്ററിംഗ് ഒക്കെ നിർത്തിയിട്ട്. അപ്പോൾ ആരാണ് ഇതിൻ്റെ മിനിസ്റ്റർ എന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കറിയാൻ മേല, എനിക്കറിയാൻ താല്പര്യവുമില്ല. ഏവനായാലും കണക്കുമാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടല്ല, പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫർ അങ്ങ് ദൂരെ എവിടെ ഇരിക്കുന്നത്, എൻ്റെ പരിസരത്തൊന്നുമല്ല. എൻ്റെ അവിടെ വോൾട്ടേജ് 240 വേണ്ട സ്ഥലത്ത് 170. നിങ്ങൾക്ക് കാണാം, ഈ വീഡിയോ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പമ്പ് കത്തിപ്പോകുന്നു, സ്റ്റാർട്ടർ മോട്ടർ കത്തിപ്പോകുന്നു, കോൺടാക്ടർ കത്തിപ്പോകുന്നു, ഫ്യൂസുകൾ കത്തിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നു, കൃഷിനാശം സംഭവിക്കുന്നു, പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നടത്താൻ ആരുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോവേ. പബ്ലിക് സെക്ടറായിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പ്രൈവറ്റ് സെക്ടർ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. KSEBയുടെ സോളാർ പാനൽ വെച്ചത് 2,80,000 രൂപ മുതൽ മുടക്കിയാണ്. അപ്പോൾ ഇനി 20 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ലാഭമായി തീരാൻ പോകുന്നില്ല. ഭാഗ്യം ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ EMI അടച്ചിട്ട് കാറ് ഓടിക്കാൻ പറ്റാണ്ട് വീട്ടിലിടേണ്ടി വന്നേനെ. ഇലക്ട്രിക് ബില്ലും കൊടുക്കണമല്ലോ, കാരണം ഗ്രോസ് മീറ്റർ ആക്കാൻ പോവല്ലേ. എന്നിട്ട് വർഷാവസാനം എന്നെങ്കിലും ഉപയോഗിച്ചതിൻ്റെ ഓരോ ദിവസത്തെയും പീക്ക് ടൈം, ആ ടൈം, ഈ ടൈം എന്ന് പറഞ്ഞിട്ട് പല ചാർജ് ഇട്ടിട്ട് അവസാനം 10,000 10,000 തരാമെന്നും പറഞ്ഞ് തേക്കും. അതും തരത്തില്ല, കാരണം ശമ്പളം കൊടുക്കാൻ കാശില്ല, ഫണ്ടിൽ കാശില്ല, ട്രഷറിയിൽ കാശില്ല എന്നും പറഞ്ഞിട്ട് അതും തേക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയാണ് സോളാർ പാനൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് നടക്കത്തില്ല. കേരളം വിട്ട് പോവുക, ഉള്ള സ്ഥലവും പറമ്പും ഒക്കെ വിട്ടിട്ട് കേരളം വിട്ട് എസ്കേപ്പ് ആവുക, രക്ഷപ്പെടുക. എവിടെയെങ്കിലും പോയി പാത്രം കഴിയുമെങ്കിലും വല്ല കാനഡയിലോ USA ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ പോയി ജീവിക്കുക. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ സ്കാമാണ് ഇപ്പോൾ കഴിഞ്ഞത്. സരിതയുടെ പേരും പറഞ്ഞ് സോളാറിനെ ഇടിച്ച് താത്തി നശിപ്പിച്ച് ചീത്തപ്പേരുണ്ടാക്കി വെച്ച് പതുക്കെ ഒരു സ്കാം, അതിൽ കൂടെ ബിസിനസ് വഴി ഉണ്ടാക്കാൻ പറ്റുമെന്നും പറഞ്ഞ് ഇപ്പോൾ കാശൊക്കെ ഉണ്ടാക്കി നൈസായി ഇപ്പോൾ മുടിഞ്ഞ് ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാണ്ടാക്കി മാറ്റിയിട്ട് അവർ ഇപ്പോൾ അടുത്തത് നെറ്റ് മീറ്ററിങ് മാറ്റി ഗ്രോസ് മീറ്ററിങ് ആക്കാൻ പോകുന്നു. വാവ്, വളരെ അമേസിങ് ആയിട്ടുണ്ട്, വളരെ അമേസിങ്. സ്വന്തമായിട്ട് ഞാൻ ട്രാൻസ്ഫോമറും കൂടെ പണിഞ്ഞ് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു 230 വോൾട്ട് ആക്കിയെടുക്കാൻ പറ്റും. ഞാനൊരു സ്റ്റെബിലൈസർ വാങ്ങിച്ച് വെച്ചു, ആ സ്റ്റെബിലൈസറും കത്തിപ്പോയി. അതും 140 മുതൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. 140 ഇല്ല, പമ്പ് ഓണാക്കുമ്പോഴത്തേക്ക് 140 താഴെയാണ് വോൾട്ട് വരുന്നത്. എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയാൽ. 170 കണ്ടോ, 170 ചിരിയല്ലേ വരുന്നത്. അറ്റ്ലീസ്റ്റ് കേരളമെങ്കിലും വിട്ട് നിങ്ങൾ പോവുക. കേരളത്തിൽ നിങ്ങൾക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലും കൂടി നമ്മളെ സോളാർ പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കുറയ്ക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ ഒന്നും ഇനി കാര്യമില്ല. അങ്ങനെ കുറയ്ക്കാൻ എന്ത് കുറയ്ക്കാൻ? ഗ്രോസ് മീറ്ററിങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ 7,000 8,000 കറണ്ട് ബില്ല് കൊടുക്കുകയും വേണം. എന്നെങ്കിലും നമ്മൾ ഇതിൽ നിന്നും കുറഞ്ഞ ഒരു ചാർജിൻ്റെ ഭാഗമായിട്ട് 10-15 രൂപ തരാമെന്നും പറഞ്ഞിട്ട് അതും തരാതെ പറ്റിക്കാൻ പോകുന്ന ഒരു സമ്പ്രദായമാണ് വരാൻ പോകുന്നത് ഏപ്രിൽ 1 മുതൽ. ഇന്നത്തെ വാർത്തയിൽ കണ്ടോ. ലാസ്റ്റ് മന്ത് 641 kWh പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു ദിവസം 27 പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? വെറുതെ ഉപയോഗിച്ച് തീർക്കാൻ പോലും പറ്റത്തില്ല. പണ്ടായിരുന്നെങ്കിൽ നെറ്റ് മീറ്ററിങ് ആയാലും നമുക്ക് ഉപയോഗിച്ച് തീർത്താൽ മതി, അപ്പോൾ ലാഭമാണ്. ഇലക്ട്രിക് കാർ എടുത്തും ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തും ഉപയോഗിച്ച് തീർക്കാം. കഷ്ടം, എനിക്ക് ആലോചിക്കുമ്പോഴത്തേക്കും വിഷമം തോന്നുകയാണ്. സോളാർ പാനലിൽ ഓൺ ഗ്രിഡും വെച്ചതിന് ശേഷം ഇലക്ട്രിക് കാറും ഇലക്ട്രിക് സ്കൂട്ടറും എടുത്ത് ലാഭിക്കാമെന്നും പറഞ്ഞെടുത്ത് EMI അടച്ചുകൊണ്ടിരിക്കുന്നവന്മാരുടെ കാര്യം അടുത്ത മാസം മുതൽ എന്താവും എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു സ്കാമാണ് ഈശ്വര, എന്തൊരു സ്കാമാണ്, എന്തൊരു നശിച്ച ലോകം, എന്ത് നശിച്ച നാട്, എന്ത് നശിച്ച ഗവൺമെൻറ്, എന്ത് നശിച്ച മിനിസ്ട്രി. വേസ്റ്റ് ഓഫ് ദ വേസ്റ്റ്. കഷ്ടം. വേറെ വീഡിയോ കാണാം, സംസാരിച്ച് നിങ്ങളെ സമയം കൂടെ കളയുന്നില്ല. താങ്ക് യു. ഇത്രയും വരെ കണ്ടിരുന്നതിന് നന്ദി, നമസ്കാരം.